ഈ കട ഒരു 20 വർഷം കൊണ്ടുണ്ട്. വേറെ കട ഉണ്ട്. MG റോഡില് ലക്ഷ്മി ലക്കി സെന്റർ ഉണ്ട്. MG റോഡ് ഇപ്പോൾ ഇവിടെയാണ് വിറ്റിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് ഈ കടയിലാണ് നമ്മുടെ ഒന്നാം സമ്മാനം 20 കോടി ഇവിടെ നിന്നാണ് അടിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനത്തിന് തന്നെ വിളിച്ചു. ഒരു 2:20 ആയപ്പോൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നാം സമ്മാനം ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് സംശയം. എന്നാലും ഞാൻ ബില്ലെടുത്ത് നോക്കിയപ്പോൾ കൺഫേം ചെയ്തു. വീണ്ടും വിളിച്ച് അതിനുശേഷം നിങ്ങളൊക്കെ വന്നു. ഷാജഹാനാണോ വിളിച്ചത്? ഷാജഹാൻ വിളിച്ചു. അവിടെ നിന്ന് കടയിൽ നിന്ന് വിളിച്ചിരുന്നു. വിളിച്ച് എന്നെ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒരു 1000, 1500 ചിലപ്പോൾ 2000 ടിക്കറ്റ് വരെ എടുത്തിരിക്കാം. നിറയെ എടുത്തിട്ടുണ്ട്. ലോട്ടറി ഓഫീസിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 5000 എടുത്തിട്ടുണ്ട്. ഒരുപാട് വരും. വെളിയിൽ നിന്നൊക്കെ വന്ന് എടുക്കാറുണ്ട്. വെളിയിൽ നിന്നുള്ളവരാണ് കൂടുതൽ. ഈ തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ബോംബെ ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്ന് വന്ന് ടിക്കറ്റ് എടുക്കാവുന്ന ആൾക്കാർ നിറയെ ഉണ്ട്. വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള ആൾക്കാരുണ്ട്. നിറയെ ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. അവർക്ക് ആർക്കെങ്കിലും കിട്ടിയിരിക്കാം. ഇവിടെയും വരാം. അത് ഒരു ഉറപ്പില്ല നമുക്ക് പറയാം. കമ്മീഷൻ എത്ര കിട്ടുന്നത്? കമ്മീഷൻ 10% ആണ്. അവരെത്ര ചെറിയ കമ്മീഷൻ എടുത്തിട്ട് ബാക്കി കിട്ടും. കുറച്ച് കമ്മീഷൻ എടുക്കും. ഇൻസ്റ്റാർ DDS ഒക്കെ ഉള്ളതല്ലേ. നോക്കാം. കടയുടെ പേര് മീനാക്ഷി. ലക്ഷ്മി ലക്കി സെന്റർ. ഇതിനു മുമ്പ് അടിച്ച വലിയ പ്രൈസ് ഏതായിരുന്നു? ഇതിനു മുമ്പ് 10 lakhs വെച്ച് 5-6 പ്രാവശ്യം ഒരു 7-8 പ്രാവശ്യം എനിക്ക് അടിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാ ഒരു 20 കോടി കിട്ടുന്ന. വളരെ സന്തോഷം. എന്റെ ഈ 35 വർഷത്തെ ഒരു ഇതിന് പ്രാരബ്ധത്തിന് കിട്ടിയതാണ് അംഗീകാരം എന്ന് വേണം പറയാൻ. എത്തട്ടെ. അവർ ബാങ്കിൽ കൊടുത്തിട്ട് എന്നെ അറിയിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും കിട്ടിയ സമ്മാനം 20 കോടി കിട്ടിയ ആൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. അവർക്ക് എല്ലാവിധ അഭിനന്ദനം കൊടുക്കുന്നു. അവർക്ക് ബാങ്കിൽ കൊടുത്തിട്ട് എന്നെ അറിയിക്കണമെന്നാണ് എന്റെ ഒരു എന്റെ പേര് ദുരൈരാജ്. ഇവിടെ തന്നെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ താമസിക്കും. എടുക്കാറുണ്ട്. ഞങ്ങൾ എടുത്താറുണ്ട്. അവിടെ തന്നെ എടുക്കും. ഏതായാലും ഭാഗ്യം വിറ്റ ആളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ദുരൈരാജ്. അദ്ദേഹം തിരുവനന്തപുരം സുഭാഷ് നഗർ താമസിക്കുന്ന ആളാണ്. 35 വർഷമായി ലോട്ടറി കട നടത്തുന്ന ആളാണ്. ലക്ഷ്മി ലക്കി സെന്റർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെത്. അവിടെ വിറ്റ ടിക്കറ്റിനാണ് ഏതാണ്ട് 1.5 മാസം മുമ്പ് വിറ്റ ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനം അടിച്ചത്. പാലക്കാട് നിന്ന് എടുത്ത ടിക്കറ്റ് തന്നെയാണ്. അവിടുത്തെ ഏജന്റാണ്. ഏജന്റിൽ നിന്ന് എടുത്ത ടിക്കറ്റ് തന്നെയാണ് സമ്മാനം അടിച്ചത്. ഏതായാലും വളരെ വീണ്ടും തിരുവനന്തപുരത്തെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നു ഭാഗ്യമെന്ന് പറയണം. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഓണ ബമ്പർ അടിച്ചത് തിരുവനന്തപുരത്താണ്. ഇതിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് തന്നെയാണ്. ഇപ്പോൾ വീണ്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ലക്ഷ്മി ലക്കി സെന്ററിൽ വിറ്റ ടിക്കറ്റിന് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറും ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നു. ദുരൈരാജാണ് നമ്മോട് സംസാരിക്കറിയാം. പത്മനാഭസ്വാമി ക്ഷേത്രം തീർത്ഥാടകരുടെ വലിയ തിരക്കെപ്പോഴുമുള്ള ക്ഷേത്രമാണ്. നിരവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അങ്ങനെ വന്ന ആരെങ്കിലും ആണോ എടുത്തത്, അല്ലെങ്കിൽ തദ്ദേശീയർ ആരെങ്കിലും ആണോ എടുത്തതെന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ദുരൈരാജ് വളരെ സന്തോഷത്തിലാണ്. 35 വർഷത്തെ ഈ ലോട്ടറി കച്ചവടത്തിന് കിട്ടിയ പ്രതിഫലമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. 20 കോടി രൂപയുടെ ഒന്നാം സമ്മാനത്തിൽ 10% സ്വാഭാവിക കമ്മീഷൻ. 2 കോടി രൂപ. അതിൽ ചെറിയൊരു ഭാഗം സ്വാഭാവികമായും ഈ ഏജന്റ് എടുക്കും. അത് കഴിഞ്ഞുള്ള ബാക്കി തുകയാകും ദുരൈരാജിന് ലഭിക്കുക. ഇതിന് വളരെ വലിയ സന്തോഷം. അദ്ദേഹത്തെ നമ്മളിപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്നത് അവിടെയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിർണായകമായ നിമിഷത്തിലൂടെ കടന്നുപോകുന്നു. കോടിപതിയായി മാറുന്നു. ലോട്ടറി വിറ്റ് പലതവണ അദ്ദേഹത്തിന് 10 ലക്ഷം അടക്കമുള്ള സമ്മാനങ്ങൾ ഈ കടയിൽ ടിക്കറ്റിന് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 20 കോടി രൂപ അദ്ദേഹം വിറ്റ ടിക്കറ്റിന് അടിച്ചിരിക്കുന്നു. 30 ദിവസത്തിന് മുമ്പെങ്കിലും വിറ്റ ടിക്കറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും ആർക്കാണെന്ന കാര്യമൊക്കെ അറിയേണ്ടി വരും. എല്ലാരും എടുക്കും. എല്ലാവർക്കും കിട്ടും. ആർക്കാണെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ എല്ലാരും എടുക്കുന്നതല്ലേ. ടൂറിസ്റ്റ് ഒന്നല്ല, എല്ലാരും എടുക്കുന്നതാണ് പറഞ്ഞത്. ടൂറിസ്റ്റ് മാത്രമല്ലല്ലോ. ബിസിനസ് തുടങ്ങിട്ടോ 1 മാസമാവും. നമ്മുടെ ഈ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമേഴ്സാണ്. അവർ തിരുവനന്തപുരത്തുനിന്ന് ഇവിടെ വന്ന് ടിക്കറ്റ് വാങ്ങിച്ചിട്ട് പോകും. അവർ അവിടെ ഒരു സ്റ്റാളിൽ വിൽപ്പനയാണ്. അവിടെ പേര് ദുരൈരാജ്. 15 വർഷത്തോളമായിട്ട് നമ്മളെ കൊണ്ട് ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തുന്ന ആളാണ്. അതെ. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തുക. നമുക്ക് നിരവധി സമ്മാനങ്ങളൊക്കെ ഫസ്റ്റ് പ്രൈസ് നിറയെ അടിച്ചിട്ടുണ്ട്. പക്ഷെ 20 കോടി എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ടാണ്. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു എമൗണ്ട് ആയിരുന്നു. പക്ഷെ ഇന്ന് ദൈവം സഹായിച്ചിട്ട് എന്നൊക്കെ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടി.
ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു 20 കോടി നമുക്ക് അടിക്കുമെന്ന്. അത് തിരുവനന്തപുരം ദുരൈരാജ് എന്നുള്ള കസ്റ്റമർ എടുത്തിട്ട് പോയത് അവര് ആർക്കെ കൊടുത്തെന്നുള്ളത് വ്യക്തതയില്ല. അപ്പോൾ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കെ കൊടുത്തെന്നല്ല അറിയോ ചോദിച്ചപ്പോൾ അതിന്റെ വ്യക്തതയൊന്നുമില്ല. പക്ഷേ തിരുവനന്തപുരത്ത് നിന്നാ സെയിലായിരിക്കണേ. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വി അരുൺ കൂടി ചേരുന്നുണ്ട്. വി വി അരുൺ, ഇപ്പോൾ തിരുവനന്തപുരത്തെ ഏജന്റ്, ലക്ഷ്മി ലോട്ടറീസിലെ ഏജന്റ് വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. പാലക്കാട്ടെ ഈ ലക്ഷ്മി ഏജൻസിക്ക് ലോട്ടറി വിറ്റ പാലക്കാട്ടെ ഏജന്റും വലിയ സന്തോഷത്തിലാണ്. കാരണം അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒന്നാം സമ്മാനം 20 കോടിയുടെ 10% ഏജന്റിന് ലഭിക്കുക. എന്തെങ്കിലും വിധത്തിലുള്ള ഒരു സൂചനകൾ ഇതിനു ഈ ലോട്ടറി അടിച്ചതായിട്ടുള്ള വാർത്ത വന്നതിന് പിന്നാലെ ആരെങ്കിലും ഈ ഏജന്റിനെ ഫോണിൽ ബന്ധപ്പെട്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ടോ? ഇതുവരെ ദുരൈരാജിനെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. അദ്ദേഹം സ്വാഭാവികമായി അദ്ദേഹത്തെ ഈ പാലക്കാട് ലോട്ടറി വിറ്റ ആൾ ഏജന്റ് വിളിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ ലോട്ടറി എടുത്തയാൾ ഇതുവരെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഈ കടയിൽ തന്നെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. അദ്ദേഹം ഈ കടയിൽ ഉണ്ട്. പത്മനാഭസ്വാമിന്റെ കിഴക്കേ നടയിൽ മുൻവശത്ത് കിഴക്കേക്കോട്ടയിൽ നിന്ന് കയറുമ്പോൾ തന്നെയുള്ള ഇടതുവശത്തുള്ള നിരവധി ലോട്ടറി കടകളുണ്ട്. വർഷങ്ങളെ പ്രവർത്തിക്കുന്നവയുണ്ട്. ആ കൂട്ടത്തിലെ ഒരു കടയാണ് ഇവിടെ 35 വർഷമായി ലോട്ടറി വിൽപ്പന നടത്തുന്ന, ലോട്ടറി കച്ചവടം നടത്തുന്ന ദുരൈരാജിന്റെ ലക്ഷ്മി ലക്കി സെന്റർ. അവിടെ നിന്ന് വിറ്റ ടിക്കറ്റ് അദ്ദേഹം ഈ സീരിയൽ നമ്പറും മറ്റും കണക്കുകൾ നോക്കി പറയുമ്പോൾ ഏതാണ്ട് ഒരു മാസം മുമ്പെങ്കിലും വിറ്റ ടിക്കറ്റിനായിരിക്കണമെന്നാണ് അദ്ദേഹം അനുമാനിക്കുന്നത്. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. ആ വിറ്റ ടിക്കറ്റാണ്. നമുക്കറിയാം നിരവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലം, നിരവധി തീർത്ഥാടകർ വന്നു പോകുന്ന സ്ഥലം പത്മനാഭസ്വാമിയുടെ കിഴക്കേ നട. നാട്ടുകാരും നിരവധി പേർ ടിക്കറ്റ് എടുക്കുന്നു. അതുകൊണ്ട് ആർക്കാണ് അടിച്ചതെന്ന കാര്യം ഇതുവരെയും അത്തരം ആരും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടില്ല. അതുതന്നെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ലോട്ടറി വിറ്റ ഭാഗ്യ കൈകൾ നമ്മൾ കണ്ടു. ഇനി അത് ആരുടെ കൈകളിലേക്കാണ് ആ ലോട്ടറി എത്തിയത്, ആരാണ് 20 കോടിയുടെ ലോട്ടറി അടിച്ച ഭാഗ്യശാലി, ആരാണ് ആ കോടിപതി എന്നാണ് ഇനി അറിയേണ്ടത്. വൈകാതെ അദ്ദേഹവും ഇവിടെ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിൻസ്റ്റാർ ലോട്ടറി ഏജൻസി പാലക്കാട്, അവിടെ നിന്ന് എടുത്ത ടിക്കറ്റിനാണ് അടിച്ചിരിക്കുന്നത്. ഒരു 1.5 മാസത്തിന് മുമ്പ്, കഴിഞ്ഞ 7/12 ബില്ലിട്ടെടുത്ത ടിക്കറ്റാണ് അടിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനം 20 കോടി. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നതാണ്. ക്ഷേത്രത്തിൽ ശബരിമല സീസൺ എല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അടിക്കാം. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് നല്ല സെയിലും ഉണ്ടായിരുന്നു. ആരാണെന്ന് 1-2 ദിവസം അറിയാൻ പറ്റുമായിരിക്കാം. ബാങ്കിൽ കൊടുത്തിട്ട് പറയാം, അല്ലെങ്കിൽ എന്താണെന്ന് നോക്കാം, വെയിറ്റ് ചെയ്യാം. വിൻസ്റ്റാർ എന്ന് പറയുന്നത് ഹോൾസെയിലാണ്, ഞാൻ സബ് ഏജന്റ്. അങ്ങനെ വിചാരിക്കുക. ഞാൻ അവരിൽ നിന്ന് ഹോൾസെയിലായിട്ട് എടുത്തിട്ടുണ്ട് ടിക്കറ്റ്. ഇതിനു മുമ്പ് ലക്ഷങ്ങൾ അടിച്ചിട്ടുണ്ട്, 10 ലക്ഷമൊക്കെ നിറയെ അടിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഒരു 20 കോടി ഒന്നാം സമ്മാനമായിട്ട് കിട്ടുന്നത്. പിന്നെ ഒരു 1.5 മാസം, ഒരു 30-40 ദിവസത്തിന് മുമ്പേ വിറ്റിരിക്കാം. അന്നേ വിറ്റു. 2ാം നമ്പർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്. ഇതിപ്പോ 5 വരെ ഇറങ്ങി. ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു നമ്പർ വെച്ചാണ് ഇറങ്ങുന്നത്. 1ാം നമ്പർ, 2ാം നമ്പർ, അങ്ങനെ ഇത് 2ാം നമ്പർ എന്ന് വെച്ചാൽ 2ാമത്തെ ആഴ്ചയിൽ ഇതിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. വിനേഷ്, തിരുവനന്തപുരത്തെ ദുരൈരാജ് ഈ ഏജന്റ് പറഞ്ഞത് ആദ്യമായിട്ടാണ് ഒരു 20 കോടി ബമ്പർ സമ്മാനം ലഭിക്കുന്നതെന്നാണ്. ഈ പാലക്കാട്ടെ വിൻസ്റ്റാർ എന്ന ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് തിരുവനന്തപുരത്തെ ലോട്ടറി സബ് ഏജന്റായിട്ടുള്ള ദുരൈരാജ് ഈ ലോട്ടറി എടുത്തത്. പാലക്കാട്ടെ ആ ഏജന്റും വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണോ ഇത്ര ഒരു ബമ്പർ സമ്മാനം പാലക്കാട്ടെ ഈ ഏജൻസിക്ക് ലഭിക്കുന്നത്? എന്താണ് അദ്ദേഹം നമ്മോട് പങ്കുവെച്ച വിവരങ്ങൾ? കൃഷ്ണരാജ്, ഷാജഹാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബമ്പർ, ഷാജഹാൻ ഇത് തുടങ്ങിയതിന് ശേഷം, ഈ കടയുടെ, അതായത് ഈ വിൻസ്റ്റാർ ഗോൾഡൻ ലോട്ടറി ഏജൻസീസ് തുടങ്ങിയതിന് ശേഷം, പാലക്കാട് GB റോഡിലാണ് ഉള്ളത്, തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബമ്പർ അടിക്കുന്നത്. ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ അവർ പങ്കുവെക്കുന്നത്. ഇവിടെ നിന്ന് ദുരൈരാജ് സാധാരണ നിലയിൽ ഇവിടെ നിന്ന് ലോട്ടറി വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ടായിരുന്നു. അങ്ങനെ 1 മാസം മുമ്പ് ഇതുപോലെ തന്നെ കൊണ്ടുപോയ ലോട്ടറിയാണ്. അത് ആളാരാണ്, ഇത് വാങ്ങിച്ചത് ആരാണ് എന്നുള്ളത് കണ്ടെത്താനുള്ളൊരു ശ്രമം എന്തായാലും ഇപ്പോൾ ഈ ഏജൻസിയിൽ നിന്നുള്ള, ഈ ഏജൻസിയുടെ സബ്ബായിട്ടാണ് ദുരൈരാജ് പിന്നെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഇപ്പോൾ മധുര വിതരണം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഷാജഹാനും, അതായത് ഈ
ഏജൻസിയുടെ ഉടമയായ ഷാജഹാനും ഒപ്പം തന്നെ അവരുടെ ജീവനക്കാരുൾപ്പെടെ വലിയൊരു കാണാൻ സംഭവം അറിഞ്ഞ് മാധ്യമപ്രവർത്തകരും മറ്റും എത്തിയപ്പോൾ ഇത് കാണാൻ വേണ്ടി തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ഇത് GB റോഡിലെ വളരെ ചെറിയൊരു റോഡാണ്, റോഡാണ്. പക്ഷേ ആളുകൾ ഇപ്പോൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഗതാഗതം പോലും സ്തംഭിച്ചൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ അത്ര വലിയ വിപുലമായ ഒരു ലോട്ടറി ഏജൻസി ഒന്നും അല്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന ലോട്ടറിക്കാണ് പിന്നെ ലഭിച്ചത് എന്നുള്ളത് കൊണ്ട് അതായത് ഒന്നാം സമ്മാനം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ അതുകൊണ്ട് തന്നെ വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം. എന്ത് തോന്നുന്നു? വളരെ വളരെ സന്തോഷം. അതെ, ആദ്യമായിട്ടാണ് വലിയൊരു സമ്മാനം. പക്ഷെ നിരവധി 1,50,00,000, 75,00,000, പിന്നെ പൂജാ ബമ്പറിൽ നമുക്കൊരു ഒന്നാം സമ്മാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷം മുമ്പ്. ലോട്ടറി ഏജൻസി തുടങ്ങിയിട്ട് എത്രയായി? ഞാൻ തുടങ്ങിയിട്ട് ഒരു 27 വർഷമാണ്. ആദ്യമായിട്ടാണ് ഒന്നാം സമ്മാനം ഇഷ്ടംപോലെ അടിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് വലിയൊരു സമ്മാനം ആദ്യമായിട്ടാണ്. സാധാരണ ഇവിടുന്ന് എത്ര കാലമായിട്ട് വാങ്ങിക്കുന്നുണ്ട്? ഇവിടുന്ന് കാലമായിട്ട് നമ്മളോട് വാങ്ങിക്കുന്ന ഒരു ആളാണ്. എന്തായാലും ഷാജഹാൻ വലിയ സന്തോഷം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. സമ്മാനം ധാരാളം അടിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയ അതായത് 20 കോടി രൂപയുടെ ഒരു സമ്മാനം ലഭിക്കുക എന്നുള്ളത് ആദ്യമായിട്ടാണ്. ആ ഒരു സന്തോഷമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. വിനേഷ്, നമുക്കറിയാം സാധാരണ ഈ ബമ്പർ സമ്മാനം ലഭിക്കുമ്പോൾ അതിൻ്റെ 10% ഏജന്റിന് ലഭിക്കുന്നത്. പക്ഷേ ഇതിലെ പ്രധാന ഏജൻസി ഈ വിൻസ്റ്റാർ ആണെങ്കിൽ പോലും ഈ ലോട്ടറി വിറ്റത്, ഒന്നാം സമ്മാനത്തിന് അർഹമായ ഈ ബമ്പർ ലോട്ടറി വിറ്റത് തിരുവനന്തപുരത്തെ സബ് ഏജന്റാണ്. ഇതിൻ്റെ എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ ഒരു കമ്മീഷൻ തുക എങ്ങനെയാണ് ലഭിക്കുന്നത്? 2 ഏജൻസികൾക്കും തുല്യമായി വീതിച്ച് 5% വീതമാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഇവർക്ക് ലഭ്യമായിട്ടുണ്ടോ? വലിയ സന്തോഷം നമുക്കവിടെ കാണാൻ കഴിയും. ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ലഡു വിതരണമൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ഈ കമ്മീഷൻ കൃത്യമായി തന്നെ ഇവർ വിഭജിക്കുകയായിരിക്കും ചെയ്യുക. എന്തായാലും അതിലൊരു 60-70% ലഭിക്കുന്ന കമ്മീഷന്റെ 60-70% പ്രധാന ഏജന്റ് തന്നെയായിരിക്കും മിക്കവാറും എടുക്കുക. അതിനുശേഷമായിരിക്കും സബ് ഏജന്റിന് കൊടുക്കുക എന്നുള്ളതാണ് സാധാരണയുള്ള ഒരു കീഴ്വഴക്കം. എന്തായാലും ദുരൈരാജിനും കൃത്യമായൊരു തുക ഇതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനിൽ നിന്ന് ലഭ്യമാവും എന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇനി അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. അത് ഏജന്റാണ് തീരുമാനിക്കുന്നത്. പ്രധാന ഏജന്റിനാണ് ഈ തുക ലഭിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് എങ്ങനെ കൊടുക്കേണ്ടതുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അതിനെല്ലാം തന്നെ സമയമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോൾ നമുക്ക് കാണാം, ഇത് വലിയൊരു സന്തോഷ പ്രകടനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇത്രയും വലിയ 20 കോടി രൂപയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറാണ് അടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഇവിടെ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ പടക്കമെല്ലാം ഉപയോഗിച്ച് പടക്കം പൊട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇതിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ചെറിയ ഈ GB റോഡിലെ ചെറിയ ഒരു ഏജൻസിയാണ്, ലോട്ടറി ഏജൻസിയാണിത്. അത്ര വിപുലമായ ഒരു ഏജൻസി ഒന്നുമല്ല. എന്തായാലും വലിയ സന്തോഷം തന്നെയാണ് അദ്ദേഹം പങ്കിടുന്നത്. മറ്റ് കാര്യങ്ങൾ, കമ്മീഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് തീരുമാനിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും വിനേഷ് സൂചിപ്പിക്കുന്ന പോലെ വലിയ ആഹ്ലാദ പ്രകടനം. ഇപ്പോൾ പടക്കം പൊട്ടി നാട്ടുകാരെ. വിനേഷ്, എങ്ങനെയാണ് നാട്ടുകാരും ഈ വിൻസ്റ്റാറിൻ്റെ
പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് എതിർവശമുള്ള മുൻവശമുള്ള ലക്ഷ്മി ലക്കി സെന്ററിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ദുരൈ രാജാണ് ഇവിടുത്തെ കട ഉടമ. അദ്ദേഹമാണ് പാലക്കാട് നിന്ന് പാലക്കാട് ഏജന്റിൽ നിന്ന് ടിക്കറ്റ് ഇവിടേക്ക് എടുത്തത്. കുറെ വർഷങ്ങളായി അവിടെ നിന്ന് അദ്ദേഹം സ്ഥിരമായി ടിക്കറ്റ് വാങ്ങുന്ന ആളാണ്. അവിടെ നിന്ന് വാങ്ങിയ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഏതാണ്ട് 30 ദിവസം മുമ്പെങ്കിലും വിറ്റ ടിക്കറ്റിനായിരിക്കണം ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ളത്. കാരണം ഓരോ സീരീസും അതിനനുസരിച്ച് വിറ്റുപോകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 30 ദിവസം, ഒരു മാസം മുമ്പെങ്കിലും വിറ്റ ടിക്കറ്റിനായിരിക്കണം ഈ സമ്മാനം അടിച്ചത്. ആരാണ് ടിക്കറ്റ് എടുത്തതെന്ന കാര്യത്തിൽ വ്യക്തത. നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. തീർത്ഥാടകരുടെ വലിയ തിരക്കുള്ള ക്ഷേത്രമാണ്. പത്മനാഭസ്വാമിത്തിലെ എല്ലാ സീസണിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നതാണ്. തീർത്ഥാടകരും ടൂറിസ്റ്റുകളും ഒക്കെ വന്നു പോകുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ അവരിലാരെങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ എടുത്ത ടിക്കറ്റിനുമാകാം. ടൂറിസ്റ്റുകളാകുമ്പോൾ സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിരവധി പേർ വരുന്നതാണ്. ശബരിമല സീസണായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാരുടെ അടക്കം വലിയ തിരക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇവിടെ ഉണ്ടായതാണ്. അവരിൽ ആരെങ്കിലും ആകാം ഒരുപക്ഷെ ടിക്കറ്റ് എടുത്ത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ആരെങ്കിലും എടുത്ത്. ആരായാലും ആ ഭാഗ്യശാലി വൈകാതെ പ്രതീക്ഷയിലാണ് ദുരൈരാജ് ഉള്ളത്. 2 കോടി രൂപയാണ് ഏജന്റ് കമ്മീഷൻ ലഭിക്കുക. അത് ടിക്കറ്റ് വിറ്റ ഏജൻസി, പ്രധാന ടിക്കറ്റ് ദുരൈരാജിന് കൈമാറിയ ഏജൻസി, അവർക്ക് കുറച്ച് തുക അവർക്ക് ലഭിക്കും. ബാക്കി തുക പൂർണ്ണമായും ഈ 2 കോടി രൂപയിൽ ഈ നികുതി കഴിച്ചുള്ള ബാക്കി തുക പൂർണ്ണമായും ദുരൈരാജ് ലഭിക്കും. 35 വർഷമായി ലോട്ടറി കച്ചവടം നടത്തുന്നയാളാണ് ദുരൈരാജ്. അതിൻ്റെ ഒരു സമ്മാനം അദ്ദേഹം കാണുന്നത്. അത്രയും നാൾ ഈ ജോലി ചെയ്തതിനുള്ള ഒരു പ്രതിഫലം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. തിരുവനന്തപുരത്ത് ഈ പത്മനാഭസ്വാമി സമീപം തന്നെയുള്ള സുഭാഷ് നഗറിലാണ് വർഷങ്ങളായി ദുരൈരാജും കുടുംബവും താമസിക്കുന്നത്. ഏതായാലും ഭാഗ്യം വിറ്റ ആളെ കണ്ടുകഴിഞ്ഞു, തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് ഭാഗ്യശാലി ആരാണ്, 20 കോടിയുടെ ഭാഗ്യം നേടിയ ആളാണ്. ആർക്കാണ് ആ ഭാഗ്യം കിട്ടിയത്, ആരാണ് കോടിപതിയായത്, അദ്ദേഹത്തെയാണ് ഇനി കണ്ടെത്താനുള്ളത്. വൈകാതെ ആ ഭാഗ്യവാനെയും തിരിച്ചറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കറിയാം, കഴിഞ്ഞതിന് തൊട്ട് മുമ്പത്തെ വർഷം ഓണം ബമ്പർ തിരുവനന്തപുരത്താണ് ഭഗവതി ഏജൻസി വിറ്റ, അതായത് ഇവിടുന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അപ്പുറത്തുള്ള ഭഗവതി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഓണം ബമ്പർ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഒന്നാം സമ്മാനം ലഭിച്ചത്. വീണ്ടും ഈ പ്രദേശത്ത് ഈ പത്മനാഭസ്വാമി ചേർന്ന ഈ ഏതാനും മീറ്ററുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഭാഗ്യ ദേവത കടന്നു വന്നു എന്ന് വേണമെങ്കിൽ ആ രീതിയിൽ പറയാം. ഈ ഭാഗ്യം തലസ്ഥാന നഗരിയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഈ ഭാഗ്യശാലികളുടെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് അനൂപ് എന്ന യുവാവ് പിന്നീട് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളൊക്കെ. കാരണം ഇത്തരം ബമ്പർ സമ്മാനങ്ങളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ പിന്നീട് വലിയ കടം വാങ്ങാനൊക്കെ, വായ്പ വാങ്ങാനൊക്കെ ആളുകളുടെ വലിയൊരു ശല്യം. അങ്ങനെ നിരവധി ആളുകൾ സഹായം ചോദിച്ചു വരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ പലരും ഇപ്പോൾ ഇത്തരം ബമ്പർ സമ്മാനങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ മറച്ചുവെക്കുന്ന ഒരു പ്രവണതയൊക്കെ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ ഈ ഭാഗ്യശാലി ഒരുപക്ഷെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി ഈ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്താനുള്ള സാധ്യത കുറവായിരിക്കുമോ? അങ്ങനെയും കരുതാം. കാരണം കഴിഞ്ഞ തവണ തമിഴ്നാട് സ്വദേശികൾക്കാണ് ഈ സമ്മാനം അടിച്ചത്. അവർ ഈ വിവരം ആദ്യം പുറത്തു പറയാൻ വൈകിയെന്ന് വളരെ രഹസ്യാത്മകമായിരുന്നു അവരുടെ നീക്കങ്ങൾ. അവസാന ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ ലോട്ടറി ഡയറക്ടറേറ്റിലെത്തി ടിക്കറ്റ് കൈമാറിയതുമൊക്കെ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ടോം ചോദിച്ച പോലെ സ്വാഭാവികമായും ഈ ലോട്ടറി അടിക്കുമ്പോൾ കോടിപതികളാകുമ്പോൾ അവരെ തേടി അവരുടെ സഹായം അഭ്യർത്ഥിച്ച് നിരവധി ആളുകളെത്തും. അനൂപ് എന്ന ഭഗവതി ഏജൻസിന്റെ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഓണം ബമ്പർ അടിച്ച ഭാഗ്യശാലിയുടെ അനുഭവം നമ്മൾ കേട്ടതാണ്. ഈ പണം വളരെ പെട്ടെന്ന് ചിലവാക്കി തീർക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ തടയാനായി ഇപ്പോൾ കൃത്യമായ ലോട്ടറി വകുപ്പ് തന്നെ കൃത്യമായ നിർദ്ദേശം, കൃത്യമായ പരിശീലനം, എങ്ങനെ പണം ചിലവഴിക്കണം, എവിടെ നിക്ഷേപിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇത് ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം ഈ ഭാഗ്യശാലികൾക്ക് നൽകുന്നുണ്ട്, ലോട്ടറി അടിക്കുന്നവർക്ക് നൽകുന്നുണ്ട്. അത് ആ രീതിയിൽ ഇപ്പോഴും തുടരും. സ്വാഭാവികമായി ഇപ്പോൾ ഈ ലോട്ടറി അടിച്ച ആൾക്കും ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളൊക്കെ ലോട്ടറി വകുപ്പ് നൽകും. അരുൺ, പാലക്കാട്ടെ ആഘോഷം നമ്മൾ കണ്ടു. അവിടെ ലഡു വിതരണവും പടക്കം പൊട്ടിച്ചുമൊക്കെയാണ് പാലക്കാട്ടെ വിൻസ്റ്റാർ ഏജൻസിയും അവിടുത്തെ നാട്ടുകാരും ഈ ഒന്നാം സമ്മാനം ലഭിച്ചതറിഞ്ഞ ശേഷം അവിടെ വലിയ ആഘോഷം പങ്കുവെക്കുന്നത്. തിരുവനന്തപുരത്ത് സമാനമായ രീതിയിലുള്ള ആഘോഷമുണ്ടോ?
ഇവിടെ അത്തരം ആഘോഷങ്ങളൊന്നുമില്ല. ഏതായാലും ഇവിടെ നിന്ന് എടുത്ത നിരവധി ആളുകൾ ഇവിടെ സ്വാഭാവികമായി ഈ വിവരം അറിഞ്ഞ് വാർത്ത അറിഞ്ഞ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യമായ ആഘോഷങ്ങളൊന്നും ഇവിടെ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഈ ദുരൈരാജ് തന്നെ ഇപ്പോഴും കടയിലുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് ഓരോരുത്തരോടായി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ലോട്ടറി തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ പാലക്കാട് നിന്നുമൊക്കെ എപ്പോഴും എടുക്കാറുണ്ട്. ഇവിടെ നിന്ന് നേരത്തെയൊക്കെ ഇത്രയധികം വലിയൊരു ഒന്നാം സമ്മാനമൊന്നും അദ്ദേഹം ലഭിച്ചില്ല. 10 ലക്ഷം വെച്ച് പലതവണ അദ്ദേഹം വിറ്റ ടിക്കറ്റിന് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ 20 കോടി എന്ന വലിയ സമ്മാന തുക തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ തന്നെ അദ്ദേഹം വിറ്റ ടിക്കറ്റിന് അടിച്ചിരിക്കുകയാണ്. അത് ആരാണ് വാങ്ങിയത്? ഒരുപക്ഷെ ഇവിടെ തദ്ദേശീയരാരെങ്കിലും വാങ്ങിയതാകാം, അല്ലെങ്കിൽ ഈ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനക്കാരെങ്കിലുമാണോ ഈ ലോട്ടറി വാങ്ങിയത്? ഭാഗ്യം സംസ്ഥാനം കടന്നു പോയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ അറിയാം. കഴിഞ്ഞ ഓണം ബമ്പറും അത്തരത്തിൽ കന്യാകുമാരി ജില്ലയിലുള്ള ഒരാൾക്കാണ് ലഭിച്ചത്. അത്തരത്തിൽ അതിനു മുമ്പ് ഒരു തവണ ബമ്പർ സമ്മാനം തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന ഒരാൾക്ക് ലഭിച്ച അനുഭവമുണ്ട്. അങ്ങനെ പലപ്പോഴും സംസ്ഥാനത്തിന് പുറത്ത് പാലക്കാട് വിൽക്കുന്ന ടിക്കറ്റുകൾക്കും നിരന്തരമായി ഭാഗ്യം കടാക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ആരാണ് ഈ ലോട്ടറി വാങ്ങിയ ഭാഗ്യശാലി എന്നാണ് ഇനി അറിയാനുള്ളത്. അധികം വൈകാതെ അദ്ദേഹത്തെയും തിരിച്ചറിയാകുമെന്നാണ് പ്രതീക്ഷ. വ്യക്തമാണ്. ബി അരുണും പാലക്കാട് നിന്ന് എസ് വിനേഷ് കുമാറുമാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഐശ്വര്യ അനിൽ കൂടി ചേരുന്നുണ്ട്. ഐശ്വര്യ, കേരളം കാത്തിരിക്കുകയാണ് ആ ഭാഗ്യശാലി ആരെന്നറിയാം. നമുക്കറിയാം XC 224091 എന്ന നമ്പറിനാണ് ക്രിസ്മസ് ബമ്പർ അടിച്ചത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് രണ്ടാം സമ്മാനം ഉൾപ്പെടെയുള്ള ടിക്കറ്റുകളുടെ വിവരങ്ങൾ എങ്ങനെ? ടോം സൂചിപ്പിച്ചതുപോലെ XC 224091 എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. രണ്ടാം സമ്മാനമാകട്ടെ 20 പേർക്കാണ്. അതായത് ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്. അതായത് സാധാരണഗതിയിലുള്ളതിനേക്കാൾ കൂടുതൽ സമ്മാനങ്ങൾ നൽകുന്ന ഒരു ക്രമീകരണമാണ് ഇത്തവണ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന് ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു എന്നുള്ള കണക്കുകൂട്ടലാണ് ഇപ്പോൾ വകുപ്പിനും ഉള്ളത്. അതായത് ഈ ടിക്കറ്റ് അല്ലെങ്കിൽ ഈ ബമ്പർ ആർക്കാണ് അടിച്ചതെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപായി ധനമന്ത്രി അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം 16 കോടി രൂപയായിരുന്നു ഒന്നാം സമ്മാനത്തിന്റെ തുക. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ അത് 4 കോടി കൂടി നൽകിക്കൊണ്ട് 20 കോടിയാക്കി ഉയർത്തി. രണ്ടാം സമ്മാനമായ 20 കോടി അത് 20 കോടി 20 പേർക്ക് 1 കോടി വീതം ലഭിക്കുന്ന രീതിയിലാണ്. 30 പേർക്ക് 10 ലക്ഷം രൂപ വീതം ലഭിക്കുന്ന മൂന്നാം സമ്മാനവും ഒപ്പം 20 പേർക്ക് 3 ലക്ഷം രൂപ വീതം നൽകുന്ന നാലാം സമ്മാനവും. ആ രീതിയിൽ കൂടുതൽ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു ക്രമീകരണം ഒരുക്കിയത് കൊണ്ട് തന്നെ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ്. 3,88,840 സമ്മാനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം എങ്കിൽ ഇത്തവണ മുൻ വർഷത്തേക്കാൾ 3,02,460 സമ്മാനങ്ങളാണ് ബമ്പറിൽ കൂട്ടിച്ചേർത്തത്. ഇതോടെ ആകെ 6,91,300 സമ്മാനങ്ങൾ നൽകുന്ന ഒരു ബമ്പർ സമ്മാനമാണ്, അല്ലെങ്കിൽ ആ നറുക്കെടുപ്പാണ് അല്പസമയം മുൻപ് കഴിഞ്ഞത്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി, കാരണം ഓണം ബമ്പറിന് ശേഷം ഇത്രയും ഉയർന്ന ഒരു തുക വരുന്നത് ഈ ടിക്കറ്റിനാണ്. അതായത് ഇത്തവണ നൽകിയ ന്യൂ ഇയർ ക്രിസ്മസ് ടിക്കറ്റിനായിരുന്നു, ബമ്പർ ടിക്കറ്റിനായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുകയാണ് ആ ഭാഗ്യശാലി ആർക്കാണ് ഒന്നാം സമ്മാനമായ 20 കോടി ലഭിച്ചത്. ഇപ്പോഴും അക്കാര്യത്തിൽ വ്യക്തതയിൽ. ആദ്യം അത് പാലക്കാടാണ് എന്നുള്ള വിവരം വന്നെങ്കിലും പിന്നീട് അത് പാലക്കാട് ഏജൻസിയിൽ നിന്ന് ഒരു സബ് ഏജൻസിക്ക് അല്ലെങ്കിൽ സബ് ഏജന്റിന് വിറ്റുപോയി എന്നുള്ള വിവരം വരുന്നു. ഇപ്പോഴും ആ ഭാഗ്യശാലി കാണാമറയത്ത് തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ലോട്ടറി ഏജൻസി എന്നുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. അവിടെ തിരുവനന്തപുരത്തും പാലക്കാടിന് സമാനമായ രീതിയിൽ ലഡു വിതരണം നടക്കുന്നു. വലിയ ആഘോഷത്തിലാണ്. വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, വലിയ രീതിയിൽ ആഘോഷിക്കുകയാണല്ലേ തിരുവനന്തപുരത്തെ ലോട്ടറി ഏജൻസിയും ഈ ബമ്പർ സമ്മാനം ലഭിച്ച വിവരം അറിഞ്ഞു. പക്ഷേ ഇതുവരെയും ബമ്പർ സമ്മാനം ആർക്കാണ്, ആ ഭാഗ്യശാലി ആർക്കാണെന്ന് ഒരു കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ലല്ലോ. വൈഫാണ് ആരാത്? ഒന്ന് വരാൻ പറയൂ. ദുരൈരാജിന്റെ കുടുംബാംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മധുരപലഹാര വിതരണം നടത്തുകയാണ് ഇവിടെ. വെറുതെ ഇതുവരെ വിളിച്ചു
അതുതന്നെയാണ് ഈ സന്തോഷം തന്നെയാണ്. കുടുംബാംഗങ്ങളും ഇവിടേക്ക് എത്തുന്നവർ സംസാരിക്കാൻ തയ്യാറല്ല. പക്ഷേ ഈ കടയിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും. അവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതുവരെയും ഇവിടെ ഈ ലോട്ടറി അടിച്ചയാൾ എത്തിയിട്ടില്ല. 35 വർഷമായി കച്ചവടം നടത്തുന്ന ആളാണ് ദുരൈരാജ്. അദ്ദേഹം ഈ ഭാഗ്യം ഇപ്പോൾ വന്ന വലിയ സന്തോഷമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമൊക്കെ ഉള്ളത് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് വി അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ ആർക്കാണ് ഈ ഒന്നാം സമ്മാനം ലഭിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഈ ലോട്ടറി ഏജന്റ് നൽകുന്ന വിവരമനുസരിച്ച് അത് തിരുവനന്തപുരം നഗരത്തിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ആളായിരിക്കുമോ അതോ മറ്റേതെങ്കിലും ഈ നിരവധി ആളുകൾ തീർത്ഥാടകരടക്കം എത്തുന്ന ഒരു പ്രദേശമാണ്. പുറത്തുനിന്നുള്ള സംസ്ഥാനത്ത് പുറത്തുനിന്നുള്ള ആരെങ്കിലും ആയിരിക്കുമോ ഈ ഭാഗ്യശാലി? ഏറ്റവും ഈ രണ്ട് സാധ്യതയുമുണ്ട്. കാരണം നമുക്കറിയാം പത്മനാഭ സ്വാമിത്തിന്റെ കിഴക്കേ നട എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടക കേന്ദ്രമാണ്, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ ദിവസവും ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. ശബരിമല സീസണായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ. ശബരിമല സീസൺ വലിയ തിരക്ക് എല്ലാ സമയത്തും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നുണ്ടാകാറുണ്ട്. അവിടെ വന്നു പോകുന്ന മറ്റു സംസ്ഥാനങ്ങൾ, ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരാകാം, ടൂറിസ്റ്റുകളാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെയുള്ള തദ്ദേശീയ നാട്ടുകാരുമാകാം ഈ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ആരെന്നത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ ഭാഗ്യശാലി ഒന്നുകിൽ അറിഞ്ഞിരിക്കാം, അറിഞ്ഞിട്ട് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ സ്വാഭാവികമായും ലോട്ടറി ഡയറക്ടറേറ്റിൽ എത്തി ടിക്കറ്റ് കൈമാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തെ തേടി വരാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു രഹസ്യാത്മക കഴിഞ്ഞ കുറേ നാളുകളായി ലോട്ടറി എടുക്കുന്നവർ പുലർത്തുന്നുണ്ട്. അത് നമ്മൾ സൂചിപ്പിച്ച പോലെ ലോട്ടറി അടിക്കുന്നവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ തന്നെയാണ് അതിന് കാരണം. അതിനാൽ സ്വാഭാവികമായി ഇവിടെ ഈ ഭാഗ്യശാലി നേരിട്ട് എത്തിക്കൊള്ളണമെന്നുമില്ല. ഏറ്റവും വി അരുണും ഐശ്വര്യ അനിലും എസ് വിനേഷ് കുമാറുമാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആരാണ് ക്രിസ്മസ് ബമ്പറിന്റെ ഭാഗ്യശാലി എന്ന കാത്തിരിപ്പിലാണ് കേരളം. ഒന്നാം സമ്മാനം XC 224091 എന്ന നമ്പറിനാണ് 20 കോടി രൂപയാണ് സമ്മാനത്തുക. തിരുവനന്തപുരത്തെ സബ് ഏജന്റായ ദുരൈരാജിന്റെ ഉടമസ്ഥയിലുള്ള ലക്ഷ്മി ലക്കി സെന്ററാണ് സമ്മാനാർഹമായ ടിക്കറ്റ് വിട്ടത്. പാലക്കാട്ടെ വിൻസ്റ്റാർ ഏജൻസിയിൽ നിന്നാണ് തിരുവനന്തപുരത്തെ ലക്ഷ്മി ഏജൻസിക്ക് ഈ ടിക്കറ്റ് കൈമാറിയത്. ആരാണ് ഭാഗ്യശാലി എന്ന് ഒരുപക്ഷെ വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമായിരിക്കും. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.